മുൻ ജനറൽ സെക്രട്ടറിയായിരുന്ന ഇടവേള ബാബുവിനെതിരെ പേരെടുത്തു പറഞ്ഞ ഒരു നടി രംഗത്തെത്തിയിരുന്നു. 2018 അവർക്കുണ്ടായ ഒരു മോശം അനുഭവം കൃത്യമായി വിവരിച്ച് അവർ പേരെടുത്തു പറഞ്ഞാണ് രംഗത്തെത്തിയത്. അത് അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നു ഈ ഹേമ കമ്മിറ്റിയിൽ ആരോപണം ഉന്നയിക്കപ്പെട്ടതാണ്, ആരുടെയും പേരെടുത്ത് പറയുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പുറമെ ഈ പേരെടുത്ത് പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു, അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹവുമായി എന്തെങ്കിലും ആശയവിനിമയം നടത്തിയിരുന്നോ? ആ ആരോപണം ശക്തമായാൽ അമ്മ അതിനോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കും? തീർച്ചയായിട്ടും അതിനുള്ള നടപടികൾ സ്വീകരിക്കാനോ അല്ലെങ്കിൽ എന്താണ് വേണ്ടതെന്നുള്ള കാര്യങ്ങളെ പറ്റി അന്വേഷിക്കും. ഇന്നലെയാണ് ആ ഒരു ക്ലിപ്പിംഗ് പുറത്തു വന്നത്. ബാബുവായിട്ട് ബന്ധപ്പെടാനോ ഒന്നും സാധിച്ചിട്ടില്ല. ഇന്നലെ അത് കഴിഞ്ഞത് വന്നിട്ടുള്ളൂ. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ ഞങ്ങൾ അല്ല ഞാനൊരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ. അമ്മയിലെ അംഗങ്ങളായിട്ടുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായിട്ട് 2 പെൺകുട്ടികൾ എൻ്റെ കൂടെ ഇരിപ്പുണ്ട്. അവരോടും കൂടെ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചോദിക്കണ്ടേ? അവർ ഇത്രയും കാലം ഈ സംഘടനയിലും ഇൻഡസ്ട്രിയിലും ഉണ്ടായ ആളുകളാണ്. അങ്ങനെയാണെങ്കിൽ ഈ നടിമാരാണ് പരാതിപ്പെട്ടിരിക്കുന്നത്. വളരെ രൂക്ഷമായ പരാതികൾ ഉന്നയിച്ചു. എന്നിട്ട് ഇപ്പോൾ ജനറൽ സെക്രട്ടറി തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു അത്തരത്തിലൊരു പ്രവണതയൊന്നും അമ്മയ്ക്കുള്ളിൽ ഇല്ല എന്നുള്ളതാണ് ഒരു വിശ്വാസം എന്ന് പറഞ്ഞു. എങ്ങനെയാണ് സിനിമ ഇൻഡസ്ട്രിയിൽ കാണുന്നത്? ഇത്തരത്തിലുള്ള മോശം പ്രവണതകളൊന്നുമില്ലേ? കാസ്റ്റിംഗ് കൗച്ച് ഉൾപ്പെടെയുള്ള പ്രവണതകളൊന്നും സിനിമ ഇൻഡസ്ട്രിയിൽ ഇല്ലേ മലയാളത്തിൽ? ഞാൻ എത്ര കാലമായി സിനിമയിലുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്നേ വരെ എനിക്ക് എൻ്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ ഒരാൾ പോലും മോശമായിട്ട് സംസാരിക്കുകയോ നിങ്ങൾ പറയുന്ന പോലെ ഈ കഥകൾ വന്ന് തട്ടുകയോ അല്ലെങ്കിൽ കൂടെ സഹകരിച്ചാൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് തരുള്ളൂ എന്നൊന്നും പറഞ്ഞിട്ട്. അപ്പം ആരോ നേരത്തെ പറയുന്നത് കേട്ടു, ഈ ഒരു പ്രമുഖ നടിയെ ഒരുപാട് കാലം സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്, ചാൻസുകൾ കൊടുത്തില്ല. ഒരു സമയത്ത് എനിക്കും അവാർഡ് കിട്ടിയിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാൻ അഭിനയിക്കുന്നില്ല. അത് ആളുകള് അവർക്ക് ജോമോളുടെ ചോയ്സ് ആയിരുന്നു. ഇത് അങ്ങനെയല്ലേ? ഇത് പാർവതി വളരെ കത്തി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അപ്രത്യക്ഷയായി വളരെ ആക്റ്റീവാണ്. പക്ഷെ അവരിപ്പോ അത് നമ്മളൊരു ഡയറക്ടറുടെയോ അല്ലെങ്കിൽ ഒരു റൈറ്ററുടെയോ ക്രിയേറ്റിവിറ്റി നമുക്ക് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ഡയറക്ടറുടെയോ അല്ലെങ്കിൽ ഒരു റൈറ്ററുടെയോ ക്രിയേറ്റിവിറ്റിയെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. അതിൽ നമുക്ക് ഇടപെടാൻ പറ്റില്ല. പേരിൽ ആർക്കും അവസരം ലഭിക്കാതിരുന്നിട്ടില്ലെന്നാണ് പറയുന്നത്. എന്നല്ല ജോമോളുടെ അനുഭവം പറയാൻ പറ്റുള്ളൂ. ജനറലി ഇത് പറയാൻ പറ്റില്ല. മറുപടി പറയേണ്ടത് അങ്ങനെയാണ്. ജോമോൾ ഇപ്പോൾ പറഞ്ഞിട്ട് എനിക്ക് അനുഭവമില്ല, എനിക്ക് എന്നുള്ളല്ലോ പറയേണ്ടത്. അതൊരു ഇൻഡസ്ട്രിയെ പ്രതിനിധീകരിച്ചുകൊണ്ടേ പറയാൻ. ഇത്രയും നടിമാർ പരാതിപ്പെട്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെയാണോ മറുപടി പറയേണ്ടത്? അല്ല, എനിക്ക് എന്റെ അനുഭവം വെച്ചിട്ടല്ലേ പറയുന്നത്. പക്ഷേ നമ്മളതിനെ റെസ്പെക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് അങ്ങനെ അനുഭവമില്ല, അത് മനസ്സിലാവും. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് സഹപ്രവർത്തകർ ഒരുപാട് പേരുണ്ട്. ഇത്തരം അനുഭവങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇത്തരം അനുഭവങ്ങൾ ഉള്ളവരെ പറ്റി കേട്ടിട്ടുണ്ടാവാം. അല്ലാതെ പക്കെ ഇങ്ങനെ സുതാര്യമായ ഒരു അവസ്ഥയിലാണ് സിനിമ മേഖല പോകുന്നെങ്കിൽ ഇപ്പൊ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാവത്തില്ലായിരുന്നു. അതല്ലേ സിദ്ദിഖ പറഞ്ഞത്. അങ്ങനെ അനുഭവങ്ങൾ നമ്മളുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരുടെ കൂടെ തന്നെ ആയിരിക്കും. എന്തായാലും നമ്മൾ അവരുടെ കൂടെ കേട്ടിട്ടുണ്ട്. പത്രത്തിൽ വന്നതല്ലേ കേട്ടിട്ടുള്ളൂ. അല്ലാതെ അവരൊക്കെ എന്റെ അവരൊക്കെ കലീഗ്സ് മാത്രമേ കഴിഞ്ഞ 5 വർഷമായിട്ട് സർക്കാരിന്റെ കയ്യിലായിരുന്നു. അതൊന്ന് കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഈ റിപ്പോർട്ട് ഒന്ന് പുറത്തു വരുന്ന ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയുടെ ഭാഗത്തുനിന്ന് ഒരു ആർട്ടിഐയെങ്കിലും ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇല്ല, റിപ്പോർട്ട് പുറത്തു വരണമെന്നൊരു ആവശ്യമോ റിപ്പോർട്ട് പുറത്തു വരരുതെന്ന് ഒരു നിർദ്ദേശമോ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഞങ്ങൾ അങ്ങനെ രണ്ടും ആവശ്യപ്പെട്ടില്ല. റിപ്പോർട്ട് ഞങ്ങൾക്ക് വായിക്കണമെന്നും പറഞ്ഞിട്ടില്ല, റിപ്പോർട്ട് ഇത് പുറത്ത് വിടരുതെന്നും പറഞ്ഞിട്ടില്ല. റിപ്പോർട്ട് വന്ന സമയത്താണ് ഇത് വായിച്ചിട്ട് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചതിനെ കുറിച്ചാണ് നമ്മൾ പ്രതികരിച്ചത്.